നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ആദ്യ മത്സരത്തിൽ മൊറോക്കോയോട് സമനിലയിൽ കുരുങ്ങിയത് കൊണ്ട് തന്നെ രണ്ടാം മത്സരത്തിൽ ഹെയ്ത്തിക്കെതിരെ വിജയിക്കുക എന്നുള്ളത് കാർലോ അഞ്ചലോട്ടിയുടെ ബ്രസീൽ ടീമിന് പരമപ്രധാനമാണ്. നാളെയാണ് ബ്രസീൽ ഹെയ്ത്തിയുമായിട്ട് കളിക്കുന്നത്. നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ മറ്റന്നാൾ രാവിലെയാണ് ആ കളി. ആ കളിക്ക് മുന്നേറ്റ നിരയിൽ ചില മാറ്റങ്ങൾ പ്ലാൻ ചെയ്യുന്നു അഞ്ചലോട്ടി എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ നമുക്ക് നൽകുന്ന റിപ്പോർട്ടുകൾ. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ കളിയിൽ എൻട്രിക്കിനെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ഇറക്കിയില്ല എന്നുള്ളത് വലിയ വിമർശനങ്ങൾക്ക് വഴി വെച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ എന്തായാലും കോച്ച് പരിഗണിക്കുന്നു. അദ്ദേഹത്തെ ഇന്നലെ ട്രെയിനിങ്ങിൽ കുറച്ച് മിനിറ്റുകൾ പരീക്ഷിച്ചു എന്നുള്ള വിവരം ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അതോടൊപ്പം നെയ്മറുടെ കാര്യത്തിൽ നിങ്ങൾ ഇന്നലെ കണ്ടല്ലോ, അദ്ദേഹം ബോളുമായിട്ട് ട്രെയിനിങ്ങും മറ്റുമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ബട്ട് ഹെയ്ത്തിക്കെതിരെ അദ്ദേഹം കളിക്കാനുള്ള സാധ്യതയില്ല. കാരണം തിരികെ എത്തിയിട്ട് വളരെ കുറഞ്ഞ സമയമേ ആയിട്ടുള്ളൂ. അതിനിടയ്ക്ക് ഒരു കളിക്ക് അദ്ദേഹത്തെ ഇറക്കാൻ സാധ്യതയില്ല എന്നാണ് ബ്രസീൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഇനി അഥവാ കളിച്ചാൽ തന്നെ വെരി 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 ഫ്യൂ മിനിറ്റ്സിനാണ് സാധ്യതയുള്ളത്. സ്കോട്ട്ലൻഡിനെതിരെ താരം കളിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. നമ്മൾ വിശദമായിട്ട് നോക്കുകയാണ്. ആഞ്ചലോട്ടി, ഇത് ഗ്ലോബോയുടെ റിപ്പോർട്ടാണ്. ആഞ്ചലോട്ടി എൻട്രിക്കിന് ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ മുന്നേറ്റ നിരയിൽ പരീക്ഷിക്കുകയുണ്ടായി. അത് കുറച്ച് മിനിറ്റുകൾ ഇഗോർ തിയാഗോക്കും മാത്യൂസ് കുഞ്ഞയ്ക്കുമൊക്കെ പകരമായിട്ട് കുറച്ച് മിനിറ്റുകൾ അദ്ദേഹം പരീക്ഷിക്കേണ്ടത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് റോളാണ് നമ്മളതിൽ പ്രതീക്ഷിക്കേണ്ടത് എന്നർത്ഥം. എന്തായാലും താരത്തിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒബ്സർവേഷനുമായിട്ട് ബ്രസീൽ ടീമിൻ്റെ ട്രെയിനിങ് സ്റ്റാഫുമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാർലോ അഞ്ചലോട്ടി ഈ ലൈനപ്പുകളാണിപ്പോൾ ഇതിൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും. അതായത് 2 ലൈനപ്പുകൾ അദ്ദേഹം പ്രധാനമായിട്ടും ടെസ്റ്റ് ചെയ്ത് നോക്കി. അതിലൊന്ന് ആലിസൺ ബക്കർ ഗോൾ കീപ്പറായിട്ട്, ദെൻ ലിയോ പെരീര, മാർക്കിഞ്ഞോസ്, ഡാനിലോ, ഡഗ്ലസ് സാൻറ്റോസ് എന്നിവർ ഡിഫൻസിൽ, ഫാബിഞ്ഞോ, ബ്രൂണോ ഗുയിമാറസ് എന്നിവരും മധ്യനിരയിൽ, വിനിയും ലൂയിസ് എൻട്രിക്കയും ഇരുപാർശ്വങ്ങളിൽ, മാർട്ടിനെല്ലിയും തിയാഗോയും മുന്നേറ്റത്തിൽ എന്ന രൂപത്തിലും, മറുഭാഗത്ത് ആലിസൺ ഗോൾ കീപ്പർ, അതുപോലെ തന്നെ ഡഗ്ലസ് സാൻറ്റോസ് അവരുടെ ഡിഫൻസിലേക്ക് വരുന്നു. പിന്നെ എഡേഴ്സനെ ഉപയോഗിച്ച്, അതായത് ഡാനിലോയാണല്ലോ സാധാരണ റൈറ്റ് ബാക്കിലുണ്ടാവും, പകരം എഡേഴ്സനെ പുറകോട്ടിറക്കി കളിപ്പിക്കുന്ന ഒരു രീതി അദ്ദേഹം പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ലിയോ പെരീരയും മാർക്കിഞ്ഞോസ് തന്നെ സെൻറ്റർ ബാക്കുമാർ, ഫാബിഞ്ഞോയും ബ്രൂണോ ഗുയിമാറസും തന്നെ മധ്യനിരയിൽ, വിനിയും ലൂയിസ് എൻട്രിക്കയും ഇരുപാർശ്വങ്ങളിൽ, ഇഗോർ തിയാഗോയും മാർട്ടിനെയും മുന്നേറ്റത്തിൽ. പക്ഷേ ഇതിൽ ഇവരെ ഇഗോർ തിയാഗോയെ മാറ്റി മാത്യൂസ് കുഞ്ഞയെ പരീക്ഷിക്കുന്നു, മാത്യൂസ് കുഞ്ഞയെ മാറ്റി എൻട്രിക്കിനെ പരീക്ഷിക്കുന്നു. അങ്ങനെ മുന്നേറ്റത്തിൽ കിട്ടാവുന്ന ഓപ്ഷൻസൊക്കെ അദ്ദേഹം പരീക്ഷിക്കുകയാണ്. ചില മാറ്റങ്ങളോടെ, മാക്സിമം 5 മാറ്റങ്ങളോടെ ടീം ഹെയ്ത്തിക്കെതിരെ ഇറങ്ങിയേക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിന് എത്താം.